ഹലോ നമസ്കാരം, താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് സൺഡേ സ്പെഷ്യലായിട്ടുള്ള വെജിറ്റബിൾ കറികൾ കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മളിന്ന് ക്യാബേജ് തോരനും പിന്നെ പരിപ്പും പടവലങ്ങയും കൂടിയൊക്കെ വെച്ച് തേങ്ങ അരച്ച് വയ്ക്കുന്ന ഒരു കറിയുടെയും കൂടി റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് പരിപ്പ് എടുത്തിട്ട് നല്ലോണം കഴുകി നമുക്ക് കുക്കറിലൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് പടവലങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പരിപ്പിൽ നമ്മൾ ഒരു ചെറിയ സവാളയും പിന്നെ 2-3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഒഴിച്ചിട്ട് നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിൽ വേവിച്ചിട്ട് പരിപ്പ് വേവിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ പടവലങ്ങ അരിഞ്ഞത്, പിന്നെ ഒരു മാങ്ങയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. മാങ്ങയ്ക്ക് പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ കളറ് നല്ല കളറാണ്. മൂവാണ്ടൻ മാങ്ങ, നാടൻ മൂവാണ്ടൻ മാങ്ങയാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ നല്ല ചുവന്ന നിറം വന്നേക്കണത്. അപ്പോൾ അതിന് പുളിയും ഉണ്ട് മാങ്ങയ്ക്ക്. അപ്പോൾ നമുക്ക് ഈ പടവലങ്ങയും മാങ്ങയും ഈ പരിപ്പിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി മാത്രമേ ഞാൻ ചേർക്കണുള്ളൂ. കൂടുതൽ പൊടികളൊന്നും ഇതിൽ ചേർക്കണില്ല. കൂടുതൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മുളക് പൊടിയുടെ ഒരു കുത്തു വരും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ചേർത്താൽ മതിയാവും. പിന്നെ ഇതിലൊക്കെ ഒരു ഏത്തക്കായും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. എൻ്റെ ഏത്തക്കായ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പടവലങ്ങയും മാങ്ങയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒരു വിസിൽ കേട്ടാൽ മതിയാകും. പടവലങ്ങ വേഗം ഒരു വിസിൽ മതിയാകും. അതിനുശേഷം നമുക്ക് ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3-4 ചെറിയ ഉള്ളി, പിന്നെ ഒരു 3-4-5 വെളുത്തുള്ളി, പിന്നെ കുറച്ച് നല്ല ജീരകം, ഇത്രയും കൂടി എടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പരിപ്പ് വെച്ചപ്പോൾ കുറച്ച് ഗാർലിക്കിൻ്റെ പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. ഈ പരിപ്പൊക്കെ നമുക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്ന കാരണം വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ചേർക്കാം. അപ്പോൾ ഞാനതിലേക്ക് വെളുത്തുള്ളിയുടെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് കാച്ചി ഒഴിക്കാൻ കടുക് മുഴുവൻ പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തേക്കണ കാരണം തന്നെയും നല്ല മണമൊക്കെ ഉണ്ട് തേങ്ങയുടെ അരപ്പിന്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുക്കറിൽ വെച്ച് വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ കൂട്ട് ഇതിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല നാടൻ ഒഴിച്ചേറിയാണിത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ ഇതിൽ അധികം പുളിയൊന്നുമില്ല, ഒരു നേരിയൊരു പുളി മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് പാകത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചേറിയിട്ട് കൂട്ടാൻ നല്ല അടിപൊളി കറിയാണ്. പിന്നെ ഇതിൽ ഏത്തക്കായ അല്ലെങ്കിൽ ചക്കക്കുരുവൊക്കെ ഇട്ടാലും നല്ലതായിരിക്കും, അടിപൊളി ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് നോമ്പ് കാലത്തൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല ഒരു അടിപൊളി കറിയാണിത്. പിന്നെ നമുക്ക് ക്യാബേജ് തോരനും കൂടി ഉണ്ട്. പിന്നെ പപ്പടവും കൂടിയാണ് നമ്മളുടെ ഇന്നത്തെ ഞായറാഴ്ചത്തെ ലഞ്ച് റെസിപ്പീസിനുള്ള കറികൾ. അപ്പോൾ ഇപ്പം നോമ്പ് കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കറികൾ പല വെറൈറ്റി വെജിറ്റബിൾ കറികളൊക്കെ വയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ പരിപ്പ് അങ്ങനെ കറി വയ്ക്കാറില്ല, സാമ്പാറിൽ മാത്രമാണ് പരിപ്പിട്ട് കറി വയ്ക്കണത്. നോമ്പ് കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ പലതരം കറികളൊക്കെ ട്രൈ ചെയ്ത് നോക്കണത്. അപ്പോൾ നമുക്ക് ക്യാബേജ് തോരനും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ക്യാബേജിൽ ഞാൻ പച്ചമുളകും ഇഞ്ചി സവാള കറിവേപ്പിലയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചീനച്ചട്ടിയിൽ കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് ചെറുതീയിലിട്ടിട്ട് ഒരു 3-4-5 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം. അതിന് തേങ്ങയൊന്നും ചേർക്കണില്ല. ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ക്യാബേജ് തോരനും കൂടിയൊക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ് ഇവിടെ റെഡിയാണ്. പരിപ്പ് പടവലങ്ങ കറി, ക്യാബേജ് തോരൻ, പപ്പടം, പിന്നെ അച്ചാർ, ഇതൊക്കെയാണ് നമ്മുടെ ലഞ്ച് റെസിപ്പീസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.